ഹലോ ഗൈസ്, അപ്പോൾ ദൃശ്യം പോയി കണ്ടു വന്നേക്കണേ. ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. പിന്നെ ഈ സിനിമയിൽ എനിക്ക് ആകെ മൂന്ന് വാക്കേ സംസാരിക്കാനുള്ളൂ. ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ ബെസ്റ്റ് ഡ്രാമ റൈറ്റിംഗ് കൊടുക്കണം. ബെസ്റ്റ് ഡ്രാമ റൈറ്റിംഗാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല ബെസ്റ്റ് കിടുക്കൻ ഡ്രാമ റൈറ്റിംഗ്. ഞാൻ വിചാരിച്ചാൽ മിക്ക ബോറടിക്കുന്നു. ഡ്രാമ അത് കൂടുതൽ പറഞ്ഞിരുന്നത് ഡ്രാമ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷേ ഡ്രാമ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് എഴുത്തിലുകാരായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ക്യാരക്ടർ ചേഞ്ച് എനിക്ക് ലാലേട്ടൻ്റെ ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ ഇങ്ങനെ മാറി 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 പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ബ്രേക്കിംഗ് ബാഡിൽ വാൾട്ടറിനൊക്കെ പോലെ ആവുന്നു. അതൊക്കെ നിങ്ങൾ സിനിമ കണ്ടാലും എനിക്ക് മനസ്സിലാവില്ല. ചോദിച്ചാൽ മൈൻഡ് ഔട്ടായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ക്യാരക്ടർ ചേഞ്ച് കുറേ ഉണ്ട്. കുറേ നല്ല നല്ല ഭാഗത്തുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിൽ വെച്ച് ഗംഭീര ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട് ഒരുത്തൻ്റെ. പിന്നെ എന്നിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചേഞ്ച് വെച്ചാൽ സിദ്ദീഖിൻ്റെ ആണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്യാരക്ടർ ചേഞ്ചാണ് സിദ്ദീഖിൻ്റെത്. പിന്നെ ക്ലൈമാക്സ് ഞാൻ ഒട്ടും മറക്കില്ല. ട്രോമാറ്റിക് ട്വിസ്റ്റ്, ഭയങ്കരമായിട്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്ലൈമാക്സും ഒന്നുമില്ല. ഇത് ഒരു ഭയങ്കരമായിട്ട് ട്രോമ നിറച്ചാണ്. ഒരു നെഞ്ചിൽ ഇപ്പോഴും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു ക്ലൈമാക്സ് എൻഡിങ് ആണ് ദൃശ്യത്തിൽ. ക്ലൈമാക്സാണ് ദൃശ്യത്തിലുള്ളത്. അത് നിങ്ങൾ മറക്കില്ല. ഫസ്റ്റിലും സെക്കൻഡിലും കണ്ടോട്ട് ആൾ ഊരി പോകണം അങ്ങനൊന്നുമില്ല. വേറെ രീതിയിലാണ് ക്ലൈമാക്സ് കൊണ്ടുപോകണം. ശരിക്കും നമ്മളെ ഉള്ളിൽ ഒരു ഇത് എന്താണ് കല്ല് വെച്ച് വരും. അങ്ങനത്തെ രീതിയിലുള്ള ക്ലൈമാക്സാണ്. പിന്നെ ഫോർത്ത് പാർട്ടിലേക്കുള്ള ടൈലൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറെ രീതിയിലായിക്കോളും, ഇനി വേറെ റേഞ്ചിലായിക്കോളും കഥ പോകണത്. എന്നാലും ഇത് എൻഡിങ് എൻ്റെ അമ്മച്ചി ട്രോമാറ്റിക് എന്ന് വെച്ചാൽ ഭീകരതയാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടതിന് അറിയണം. എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിക്കാൻ സ്പോയിലറോ. ലാലേട്ടൻ ഗംഭീരമായിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഗംഭീര സീനുകളൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ എന്നിട്ടാണ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ബെസ്റ്റ് ഡ്രാമ റൈറ്റിങ്. ഫസ്റ്റിൻ്റെ സെക്കൻഡിനേക്കാളും കൂടുതൽ നന്നായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ഡ്രാമ തേർഡിലാണുള്ളത്. ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സെക്കൻഡിലാണുള്ളതെങ്കിലും ഡ്രാമ റൈറ്റിംഗ് ഇതിന് തേർഡിലാണ് ഒരുപാട് ഡ്രാമ റൈറ്റിംഗ് ഉള്ളത്. ജിത്തു ജോസഫ് ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് ദൃശ്യ ലെവൽ തന്നെ ഉണ്ട്. ദൃശ്യത്തിൽ എങ്ങനെയാണോ മേക്കിംഗ് ഉള്ളത് അതേപോലെ തന്നെ ഗംഭീരമായിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രി ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെ അടിക്കട്ടെ. കൂടുതൽ പ്രേക്ഷകർക്ക് എന്തായാലും എത്തട്ടെ. എന്തായാലും കാണാൻ പറ്റിയ നല്ല മികച്ചൊരു പടമാണ്. നെഗറ്റീവ് റെസ്പോൺസ് അവിടെ ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിനെ ചൊല്ലി അല്ലെങ്കിൽ ഫോർത്ത് പാർട്ടിലേക്ക് ചൊല്ലിയുള്ള ഇതായിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. ഫസ്റ്റിലും സെക്കൻഡിലേക്കാളും മേലെ പോയിട്ടില്ലെങ്കിലും ഡ്രാമ റൈറ്റിങ്ങിൽ ഫസ്റ്റിനും സെക്കൻഡിനേക്കാളും മേലെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടറിയാൻ പറ്റും. ഡ്രാമ റൈറ്റിങ് ഒട്ടും ബോറടിക്കേണ്ട അവരെ ജീവിതം പതുക്കെ ഇങ്ങനെ കാട്ടിത്തരും. അതാണ് ഡ്രാമ റൈറ്റിങ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണ്ടേണ്. ഗംഭീരമായിട്ടുണ്ട്. എന്നാൽ ശരിയെന്നാ, താങ്ക്സ് ഫോർ വാച്ചിങ്.